സാന്ത്വനത്തിന് വരാനുള്ള ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര പണവും സ്വർണവും അല്ലാതുമായി കഴിഞ്ഞിട്ട് മിഥുന്റെ കൂടെ പോകുന്നുണ്ട്. പണവും സ്വർണവും എടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നത് മിഥുൻ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ രണ്ടുപേരും നേരെ പോണ ഗുരുവായൂരിക്കണം. ഗുരുവായൂർ ഒരു ഹോട്ടൽ റൂം എടുക്കുകയാണ് ചെയ്യുന്നത്. മിത്ര വിചാരിച്ച ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടിയിട്ട് ദാമ്പത്യ ജീവിതം തുടങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു മിത്രയ്ക്ക്. പക്ഷെ മിഥുനെ എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മാത്രം അവളെ കൊണ്ട് നടന്നിട്ട് ആ സ്വർണ്ണ പണമൊക്കെ ആയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു മിഥുനും. എന്തായാലും മിത്രനെ സ്വന്താക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ റൂം എടുത്തപ്പോഴും മിത്ര തടയാണ്ടിരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ആ ഫസ്റ്റ് ദിവസം തന്നെ നമ്മുടെ മിത്രനെ മിഥുൻ കീഴ്പ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതിയും അതുപോലെ തന്നെ ആര്യനും മീനാക്ഷിയൊന്നും അവിടെ ഉള്ള കാര്യം മിത്രയ്ക്ക് അറിയില്ല. പക്ഷെ മറ്റേ ഫാമിലി മിത്രനെയും മിഥുനെയും കാണുന്നുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ശരണം കുടുംബമൊക്കെ കാണുന്നുണ്ട്. അവർക്ക് എന്തോ സംശയമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അത് മിത്ര നമ്മുടെ ഗോമതിയുടെ സ്വന്തമാണെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെയാണ് മിത്രയിൽ നിന്ന് വിവാഹം കഴിക്കാതെ മിത്രയിൽ നിന്ന് ഒന്നും തന്നെ സ്വന്താക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മിഥുൻ മിത്രയുടെ സ്വർണവും പണമായിട്ട് മുങ്ങുന്നുണ്ട്. മിത്ര പിന്നാലെ ഓടി. മിത്ര മിഥുനെ പിടിച്ചു വലിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആ നടു റോട്ടിൽ മിത്രനെ ഉന്തിയിട്ടും കഴിഞ്ഞിട്ട് മിഥുൻ രക്ഷപ്പെടുന്നു ചെയ്യുന്നത്. അങ്ങനെ ശരണും ശരന്റെ ഭാര്യയും അമ്മയും കൂടിന് മിത്രനെ രക്ഷിച്ച് അവിടെ റോട്ടിൽ നിന്ന് കരഞ്ഞിരുന്നിരുന്ന മിത്രനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് റൂമിൽ തന്നെ ആക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗോമതിനെ സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ ആ വീടൊക്കെ അറിയുമ്പോഴാണ് ഗോമതിനെ വിവരം അറിയിക്കുന്നതും. അങ്ങനെയാണ് ഗോമതി മിത്രനെ അടിക്കുന്നതും ഒരുപാട് അടിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ശരന്റെ അമ്മ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, നിങ്ങൾ ഈ കുട്ടിയും കൊണ്ട് നാട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറയുമ്പോൾ അയ്യോ എൻ്റെ അവിടേക്ക് പോകാൻ പറ്റില്ല, എൻ്റെ സഹോദരന്മാർ നെഞ്ചു പൊട്ടി നടക്കണ്, മൂത്ത ചേട്ടൻ അതായത് മിത്രയുടെ അച്ഛന് നെഞ്ചുവേദനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടക്കുന്ന അവസ്ഥയെന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഗോമതി അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യും, മിത്രയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണമല്ലോ എന്നൊക്കെ പറയും. അപ്പം മിത്രയ്ക്കാണെങ്കിൽ ഗോമതി പിന്നെയും മിത്രനെ അടിക്കുന്നൊക്കെ ഉണ്ട്. എപ്പോൾ കാണുമ്പോഴും ഗോമതി അടിക്കുന്നു ചെയ്യുന്നത്. സോറി അപ്പച്ചി, ഇവൻ ഇത്രക്കാരനൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയും. ഇപ്പം എന്തായടി, നാട്ടിൽ നിന്ന് ഉള്ള പണവും സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് അവന് മാനവും പോയി, അതുപോലെ തന്നെ ഇതും പോയില്ലേ എന്ന് പറയുന്നുണ്ട്. മാനവും പോയി, സ്വർണവും പോയി എന്ന് പറയുമ്പോൾ മിത്ര വിഷമം കൊണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മാനം പോയി എന്ന് മാത്രം പറയരുത് അപ്പച്ചി, ഞാൻ അത്തരത്തിലൊരു പെണ്ണല്ല, എൻ്റെ സ്വർണവും പണവും മാത്രം പോയിട്ടുള്ളൂ, ഞാൻ അവന് അടിമപ്പെട്ടിട്ടൊന്നുമില്ല, അവന് വിവാഹം കഴിക്കാണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മിത്ര വിഷമിച്ച് മറ്റേ മുറിയിലേക്ക് കരഞ്ഞു പോകുന്നുണ്ട്. അപ്പം ആ സമയത്ത് മീനാക്ഷി അമ്മനെ വഴക്ക് പറയുന്നുണ്ട്, അമ്മ എന്ത് പണിയാണ് ചെയ്തത്, അങ്ങനെയൊന്നും ചോദിക്കണ്ടായിരുന്നു പറഞ്ഞപ്പോൾ, നിനക്കറിയാഞ്ഞിട്ടുണ്ട് മോളെ, ഈ മാനം പോയില്ലെങ്കിലും നമ്മുടെ നാട്ടുകാർ അത് പോയി എന്ന് തന്നെ പറയുള്ളൂ, മിത്ര 2 ദിവസം ഒരാളെ കൂടെ കഴിഞ്ഞെന്നൊക്കെ പറയുള്ളൂ, നമ്മളെ കൂടെ ആയിരുന്നെന്ന് പോലും അവരൊന്നും പറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ലാണ്ടുണ്ട് മോളെ എന്നൊക്കെ പറയും. ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. അതിനുശേഷം മിത്ര റൂമിലേക്ക് പോയി കഥ കടയ്ക്കുമ്പോൾ ആ ശരന്റെ ഭാര്യ ഓടി വന്ന് പറയുന്നുണ്ട്, മിത്ര റൂമിൽ കയറി വാതിലടച്ച് എത്ര വിളിച്ചിട്ടും തുറക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പേടിയായി. അങ്ങനെ അവരാണ് എല്ലാവരും കൂടി ചെന്ന് കഴിഞ്ഞിട്ട് വാതിൽമ മുട്ടുന്നൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് തന്നെ ശരണിനെയും നമ്മുടെ ശരണും അതുപോലെ തന്നെ ആര്യനും നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് ആ റൂട്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ചതി പറ്റിയതെന്ന്, അവൻ അത്ര നല്ലവനല്ലാന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവനൊരു ആവശ്യമില്ലാണ്ട് എന്നോട് ഷൗട്ടൊക്കെ ചെയ്ത് വാതിൽമ മുട്ട് അറിയാണ്ട് മേത്ത് മുട്ടിയെന്നും പറഞ്ഞിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവൻ അത്ര നല്ല ആളല്ല എന്ന് മനസ്സിലായി. ഈ പെൺകുട്ടിയാണെങ്കിൽ ഏതോ നല്ലൊരു തറവാട്ടിൽ എന്ന് കണ്ടപ്പോൾ തോന്നുകയും ചെയ്ത്, എന്ത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടി ഇവൻ്റെ കൂടെ പോകുന്നത്, നിങ്ങളുടെ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ, ഇവൻ ഇത്ര പൊട്ടയെന്ന് അറിയില്ലായിരുന്നു ആർക്കും, എന്നിട്ട് ഈ പെൺകുട്ടിയോട് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആര്യം കുറച്ച് നേരം കേട്ടിരിക്കും. പിന്നെ ആരും പറയും, ആര് പറഞ്ഞു ബ്രോ പറഞ്ഞില്ല എന്ന്, ഞാൻ തന്നെ ഇവളോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിലും പാർക്കിലൊക്കെ വെച്ച് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ ഇവൻ അത്ര നല്ല ആളല്ല എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, അവൾ കേൾക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ശരി, പ്രേമം അല്ലേ, വിശ്വസിക്കില്ലല്ലോ, സ്നേഹിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അങ്ങനെ ആര്യൻ ശരണിനോട് പറയുന്നുണ്ട്, ശരൺ റൂമിലേക്ക് പോക്കും, ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആര്യൻ പുറത്തേക്ക് പോകും. ആ സമയത്ത് ശരൺ റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും നമ്മുടെ ഗോമതിയൊക്കെ വാതിലുമ്പോൾ ഇങ്ങനെ മുട്ടുന്നുണ്ടാവും. അങ്ങനെ വാതിലൊന്നും എന്തായാലും നമ്മുടെ മിത്ര തുറക്കില്ല. ശരണാണെങ്കിൽ വാതിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് തുറക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് മിത്ര റൂമിലൊരു കത്തി ഉണ്ടാവും, അതെടുത്തിട്ട് ഞരമ്പ് ഇങ്ങനെ കട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരൺ വാതിൽ തല്ലി പൊളിച്ച്
അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതി എല്ലാവരും കൂടെ എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പച്ചി, ഞാൻ നാട്ടിലേക്ക് ഇല്ല എന്ന് പറയും. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രനെ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് മീനാക്ഷി കൂടെ തന്നെ ഇരുത്തും ആത്മഹത്യ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അതിനുശേഷം നമ്മുടെ ശരൻ്റെ അമ്മനെ ഗോമതി വിളിപ്പിച്ചിട്ട് എനിക്കൊരു സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കും. ഇവളെ എനിക്ക് ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ല, അതുകൊണ്ട് തന്നെ നാട്ടുകാരെ കണ്ണിലെങ്കിലും പൊടിയിടാൻ എനിക്ക് ഒരു തീരുമാനം എടുക്കണം, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണം, എന്തിനും ഏതിനും എന്നെ സഹായിക്കണം എന്നൊക്കെ പറയും. ശരി, എന്താ ഗോമതി ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ, അപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ ആങ്ങളന്മാരോട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും ആങ്ങളന്മാർ ഇനി ഇവളെ വീട്ടിൽ കയറ്റില്ല. ഞാനാണെങ്കിൽ 28 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്ത അതേ ഇത് തന്നെയാണ് ഇപ്പം ഇവളും ചെയ്തേക്കണത്. ഞാൻ ചെയ്തിട്ട് ഇത്ര നാളായിട്ടും അവർ ക്ഷമിച്ചിട്ടില്ല, അപ്പം പിന്നെ ഇനി ക്ഷമിക്കുമോ? എന്തായാലും ഇതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളിൽ എന്ന് അവസാനിക്കുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കണം. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളൂ, അത് എൻ്റെ വിവാഹമായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയത്. അതിനുശേഷവും ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. അതിന് മുന്നും അതിന് ശേഷവും എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്കും നല്ലൊരാളാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുപോലെയല്ലോ ഇവൾ വന്നത്. ഇപ്പം പണവും സ്വർണവും എല്ലാം പോയി, അത്രയ്ക്കും കൊള്ളില്ലാത്തൊരുത്തൻ്റെ കൂടെ അല്ലേ ഇവൾ ഇറങ്ങിപ്പോകുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാം, മോനെ എൻ്റെ കൂടെ നിൽക്കണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗോമതി തൊഴുത് കരയുമ്പോൾ ഗോമതി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ റൂമിലേക്ക് പോയി ചെല്ലുമ്പോൾ മീനാക്ഷി നമ്മുടെ മിത്ര കിടന്ന് കരയായിരിക്കുള്ളൂ, മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ടാവും. മീനാക്ഷിനെ ശരൻ്റെ അമ്മനെ അവിടെ നമ്മുടെ മിത്രയ്ക്ക് കൂട്ടിയിരുത്തിയിട്ട് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ പോയിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മീനാക്ഷിനെയും കൊണ്ടുങ്ങായിട്ട് നമ്മുടെ ഗോമതി പുറത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് പറയും, നീ ആ മുറിയിലേക്ക് നമ്മുടെ ആര്യനെ വിളിച്ച് വരണം എന്ന് പറയുമ്പോൾ ആ മുറി നമ്മൾ വെക്കേറ്റ് ചെയ്തതല്ലേ എന്ന് ഉറപ്പില്ല, അത് രണ്ടാമതെടുത്ത് അതിൽ വേണം അവിടേക്ക് ആര്യനെയും കൊണ്ട് വായോ എന്ന് പറയും. ഫോൺ വിളിച്ചാൽ പറയുന്നത് അവൻ്റെ ഫോൺ റിങ് ബെല്ലടിക്കുന്നില്ല, നീ അവനെ പോയി വിളിച്ചിട്ട് വായോ എന്ന് പറയും. അങ്ങനെ ആര്യനെ വിളിച്ചിട്ട് മീനാക്ഷിയും കൂടി ഗോമതിയുടെ മുറിയിലേക്ക് ചെല്ലും. എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോനെ അനുസരിക്കുമെന്ന് ചോദിക്കും. അമ്മ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല, അമ്മ എൻ്റെ സുന്ദരിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾക്ക് അവളത്തൊക്കെ നുള്ളി ആര്യം നല്ല കൊഞ്ചിയൊക്കെ കളിച്ചിരിക്കുന്നു. അപ്പം മീനാക്ഷി ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്, എന്താ ഇടത്തി അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയില്ലടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയും, അമ്മ ഒരു തെറ്റ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തത് മോൻ പറയാറില്ലേ, മോൻ ജനിച്ചു തന്നോടെ കണ്ടാണ് ഈ വഴക്കുന്ന്. ഈ വഴക്ക് ഇത്രയും നാളായി 28 വർഷമായിട്ടും ഈ വഴക്ക് തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇവള് ചെയ്ത ഈ തെറ്റും എന്തായാലും അവർ പൊറുക്കില്ല. അതുകൊണ്ട് മോൻ അമ്മയ്ക്ക് വേണ്ടി അമ്മനൊന്ന് സഹായിക്കണം. അമ്മ ആദ്യമായിട്ട് എൻ്റെ മോനോടൊരു കാര്യം ആവശ്യപ്പെടാൻ അപേക്ഷിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മീനാക്ഷി പറയുന്ന അപേക്ഷിക്കണം, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന മോനല്ലേ, എന്തിനാ അപേക്ഷിക്കുന്നതെന്ന് വെച്ചപ്പോൾ നീ മിണ്ടാണ്ട് മീനാക്ഷി, ഞാൻ ഇവനോട് കുറച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറയും. എൻ്റെ ആങ്ങളമാർ കരഞ്ഞ് കണ്ണീരോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന അവസ്ഥ എനിക്ക് കാണാൻ കഴിയില്ല മോനെ. അതുകൊണ്ട് എൻ്റെ മോൻ അമ്മ പറയുന്നൊരു കാര്യം എൻ്റെ മോൻ ചെയ്തു തരണം അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അമ്മ പറയണത് എന്തും ഞാൻ അനുസരിക്കാണ്ടിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അറിയാം എൻ്റെ മോൻ നല്ലൊരു മോനെന്ന് എനിക്കറിയാം, അത് നീ തന്നെ ആലോചിച്ച് നോക്കിയൊക്കെ നമ്മൾ മിത്രയുടെ കല്യാണം കാണാതിരിക്കാനാണ് നമ്മൾ ഗുരുവായൂർക്ക് പോകുന്നത്. അതുപോലെ തന്നെ മിത്ര പോകുന്നതും നമ്മുടെ കൺമുന്നിലേക്ക് അവൻ ഇട്ടിട്ട് പോയിട്ടും മിത്രനെ കിട്ടിയത് ഇവർ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട് മോനെ. എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാത്തിനും നല്ലൊരു ഉദ്ദേശമായിരിക്കും. ദൈവം എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എല്ലാം ഇങ്ങനെ തന്നെ തലതിരിഞ്ഞ് വന്നത്. അതുകൊണ്ട് അമ്മ മോനോട് ആവശ്യപ്പെടാൻ പോകുന്നു പറഞ്ഞപ്പോൾ ആര്യൻ ഇങ്ങനെ ക്ഷമറ്റ്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അമ്മ എന്തായാലും പറയുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുന്നേ എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി എല്ലാം നല്ലതായിട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ മിത്രനെ വിവാഹം കഴിക്കണം എന്ന് പറയും. അങ്ങനെ അത് കേട്ടോടുകൂടി ആര്യനാകെ ഞെട്ടി തെറിച്ച്, ആര്യം മാത്രമല്ല മീനാക്ഷിയും കൂടെ അങ്ങനെ ഞെട്ടി നമ്മുടെ ഗോമതിനെ നോക്കി നിൽക്കുന്നതാണ് ഒരു ഭാഗത്തിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.